മെസ്സി ഒന്ന് വള്ളത്തിൽ നീച്ചോ നിങ്ങൾക്ക് കളിയില്ലേ നാളെ കുറച്ച് പറ്റിച്ചാ നമ്മളെ വീട്ടിലെ വെള്ളത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ ചെയ്യാ? അതെ, നമ്മളത് മഴ പെയ്യുമ്പോ നല്ല വളവും നല്ല ഒലൊക്കെ ഉണ്ടാവും. നല്ല വളവാ വെള്ളം നല്ല. നമ്മളിവിടെ വായ്നോട്ടം പരിപാടി കുഞ്ഞുമോളൊപ്പം ഇവിടെ കിടക്കാം. അപ്പൊ എന്തൊക്കെ വർത്താനം സുഖല്ലേ? അപ്പൊ തട്ടിക്കണേ നമ്മളെ ന്യൂ ആള്, പുതിയ ആള് വന്നു. അതായത് തൽക്കാലം കുറച്ച് ദിവസത്തിന് ഓർഡർ എടുത്താണ്. ഇൻഷാ അല്ലാഹ് ഒരു പുതിയൊരു പ്ലാനിങ് ഉണ്ട്. അപ്പോൾ പ്ലാനിങ് എന്താണെന്നുള്ളതൊക്കെ അറിയിക്കാം. എന്തായാലും ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ ഷിയമോള് ഷെസുമോളെ കൊണ്ടുവരാൻ പോകണം. അതിന് പോവാണ്. ഇന്ന് സ്കൂൾ ട്രിപ്പ് ഒന്നും ഇല്ല കേട്ടോ. ലതാണ് ലതിൻ്റെ ഒരു ലത് വണ്ടി, ഒരു 1.5 വണ്ടിയാണ്. ഇതിനെക്കാട്ടി സ്പീഡിൽ ഞാൻ കണ്ടു പോകുന്നു കേട്ടോ. ഞാനൊരു തല പോയപ്പോഴത്തേനും ഓരൊരു തല ഇവിടെ എത്തിക്കണം. എല്ലാത്ത അതിലേക്ക് എവിടെ ആൾക്കാർ ഞാൻ കൊണ്ടുവരാൻ പോയത്. ഞാൻ വൈദിക്കലെ ചോദ്യത്തിന് ഓരോ എന്നിട്ട് ഇന്നത് എത്ര നേരം വയ്ക്കി വിളിച്ചാല് അങ്ങനെ ഞാൻ അമ്മേന്റെ പീഡിയന്റെ അവിടെ ആ പീഡിയന്റെ അവിടെ ഞാൻ അതായത് തിന്നോളൂ. ഞാൻ മമ്മ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ മമ്മാനെ ഷുഗർ നോക്കിയിട്ട് വരാം. ഐസ്ക്രീം കൊണ്ടുവന്നപ്പോ ഐസ്ക്രീമിന്റെ ആ കോലെടുത്താണ്ട് വാതിലാക്കി. അയ്യേ അതോ അതെന്തോ ഒരു പെട്ടി. ആ പെട്ടി ചേച്ചനോട് ഇങ്ങനെ സോപ്പിട്ട് വാങ്ങി. ഞാൻ കോൾഗേറ്റിന്റെ പെട്ടി എടുത്തിന്. പക്ഷെ അതിന്റെ ഒരു കഷ്ണേ നല്ലത് കിട്ടിയിട്ടുള്ളൂ. ഞാൻ അവിടെ തന്നെ കോൾഗേറ്റ് പെട്ടി കണ്ടിട്ട് എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയെങ്കിലും പക്ഷെ ഇപ്പൊ അത് കാണുന്നില്ല. അപ്പൊ ഞാൻ അതിന് പകരം സ്റ്റിക്കർ കൊണ്ട് പോകും. മദ്രസിലെ എക്സാം സ്റ്റാർട്ട് പേപ്പർ ഇട്ടുമ്പോ കാണാൻ സിമ്പിൾ ആണോ? അനക്കല്ലേ അപ്പൊ ഇന്ന് മക്കളെ ഞങ്ങൾ അടുക്കളയിൽ ഒരു കലാശക്കൂട്ടിന് ഇറങ്ങിയതാണ്. സ്പെഷ്യൽ എന്താണ് സ്പെഷ്യൽ? ഫ്രൈഡ് റൈസ്. അതായത് ചിക്കൻ ഫ്രൈഡ് റൈസ്. ഓക്കെ, ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ കിടക്കില്ല ടേബിളിൽ വരും. എനിക്കിതിങ്ങനെ വായിക്കണോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കാൻ കുറയാണ്. അതിങ്ങനെ കൊത്തി വെച്ചു. ഓ ഹീ ഹോ നമ്മളെ ചോറ് റെഡിയായി. മിക്സിങ് ഒക്കെ കഴിഞ്ഞല്ലേ? അപ്പം ഞങ്ങൾക്ക് ഫ്രൈഡ് റൈസ് ഗ്രേവിയാണ്. മാഷാല്ലാ എല്ലാവരും പെരിയിലുള്ള ദിവസമാണ്. ഞാനുണ്ട്, പിന്നെ എന്താ പറയുക, എല്ലാവരും ഉണ്ട്. കുട്ടികളൊന്നും ലീവല്ലേ, എല്ലാവരും പെരിയിലുള്ള ദിവസമായതുകൊണ്ട് ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഉണ്ടാക്കി ഫ്രൈഡ് റൈസ്. നമ്മുടെ നല്ല സൗണ്ട് ഉണ്ടാവും വീഡിയോയിൽ. കാരണം വെച്ചാൽ 2 വീടാണ് തകൃതിയായിട്ട് പണിയെടുക്കുന്നത് ഞങ്ങളെ വീട്. അയൽവാസികൾ ഇവിടെ കളിക്കാരത്തി ഉണ്ട്. അവിടെ കളിക്കാരത്തി ആയി കളിക്കാരത്തി ഇവിടെ വൈബ് ഇങ്ങനെ കേട്ടോ. കളി ഇല്ല അല്ല ഓക്കെ, കളിയാണ് വൈബ്. എന്താ കളി മോളോ? എന്തുണ്ടാക്കണം? ഫ്രൈഡ് റൈസ് തന്നെ പടിയും. നിങ്ങളത് ബാക്കിയാവും. പടിയും ഫ്രൈഡ് റൈസ് തന്നെയാണ് അല്ല ചാ. ചോറ് ഊറ്റുക, ഗ്രേവി ഇതാ തിളക്കുന്നു. പിന്നെ ഞാൻ വലിക്കും. അപ്പം നോക്കി ഇതൊക്കെ ഉണ്ട്. രാവിലത്തെ ചായക്കടയൊക്കെ എന്തെങ്കിലും വേണോ? തോട്ടക്ക് എന്തിനെ ഷിയക്ക് വേണോ? ചോറ് ഷിയാ ഫാത്തിമ എന്താ കഴിക്കാൻ വേണ്ടിയേ? ബാ ഫുഡ് കഴിക്കട്ടെ. ഫ്രൈഡ് റൈസ് അല്ല കേട്ടാ,
രാവിലത്തെ ചായക്കടി ഉണ്ട് വാ. പൂരി ചെറുപയർ കറി വേണ്ട ഒന്നോളി പണിയുണ്ട്. പനിയുണ്ട് മലയാളി പനിയുണ്ടാ? പണിയുണ്ട്. എന്നെ പനിയുണ്ട് നമുക്ക് പണിയുണ്ട് കേട്ടോ. പണി വേണം. നമുക്കറിയാം എന്താ ജാതിക്കൊക്കെ വളരുക. ആൾക്കൊക്കെ ബാളല്ലേ മാല ഇട് മാല. ആ സോറി മാല. കുറച്ച് പണിയെടുക്കാൻ വേണ്ടി ആൾക്കാർ പണിയിച്ച് പണിയല്ല ചെയ്യണത്. ഞങ്ങളുടെ കഴിക്കുകയാണല്ലേ. നിങ്ങൾക്ക് ലീവുള്ള ദിവസത്തേക്ക് വെച്ചത് എല്ലാവരും കൂടി ചെയ്യാച്ചിട്ടാണ്. അല്ല ഞാൻ പൈപ്പൊക്കെ ഇട്ടു അതിന്റെ ഇപ്പച്ചിനെ മൂക്കും മക്കും തട്ടി. അതാണ് ഒരു പണി ചെയ്യുമ്പോ ഇവിടെ ഇല്ലേ ചൂട് ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. അത് എടുക്കാൻ പറ്റൂല. അങ്ങനെ ഉണ്ട്. ഇതെടുക്കണ്ടാന്നേ. ഇത് കെട്ടയച്ചാണ് അതങ്ങനെ ഉപയോഗിച്ചാനുള്ളതല്ല. പെറുക്കി വെച്ചാ മതി. പെറുക്കിയാണ് ശരീരം പെറുക്കി. എനിക്കില്ല ഇങ്ങനൊരു പൂട്ടി അവനാണ് അവിടെ നമ്മളെ പണിക്കാർ വന്നപ്പോ വടക്കുന്നില്ലേ. പണി കഴിഞ്ഞിട്ട് ഇവിടെ നന്നാക്കാൻ വിചാരിച്ചു. ഇതുവരെയായിട്ട് നന്നാക്കിയിട്ടില്ല. ഇപ്പോഴാണ് നന്നാക്കാൻ വേണ്ടി കയറുന്നത്. ഒറ്റക്ക് നന്നാക്കല്ലേ അറിയാൽ നടക്കില്ല. അപ്പോൾ പിന്നെ നിങ്ങളെ കാത്തുന്നു. അതുകൊണ്ടാണ് ഇത്രയും ടൈമായത്. നിങ്ങൾ കോൺസെൻട്രേഷൻ പോകൂച്ചിട്ടാ അല്ല പണീൻ്റെ. അതന്നെ ഒരു സൈഡ് വരെ ഇതായില്ല. പിന്നെ അങ്ങനെ ഇങ്ങനെ ഒന്നും തടി വെച്ചില്ലാവില്ല കേട്ടോ. അതാണ് അവസ്ഥ ഞങ്ങളെ പെരൻ്റെ മേല. എന്തായാലും ഈ പണി കഴിയട്ടെ കേട്ടോ. പണി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒലമ്പണിയാണ് ഇവിടെ കിടക്കണം. കാരണം വീട് പണി കഴിഞ്ഞാൽ അലങ്കോലായത് ഫുള്ള് അതേമാതിരി കിടക്കണം. അതാ 2 പണിക്കാരുണ്ട്. ഒരു വലിയ വലിയ ടോറസൊക്കെ കൊടുത്തിട്ട് ടോറസിലാണ് സാധനം കയറ്റിയിട്ട് കൊണ്ടുപോകണം. എല്ലാத்தைയും അതേക്കും. അപ്പോൾ ഇനി ബാക്കി പരിപാടി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അതാണ് അവസ്ഥ. ഇനി എങ്ങനെ ആവും എത്രത്തോളം ആവും എന്നൊക്കെ കാണിച്ചു തരാം. കണ്ടോളി. നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. സൗണ്ട് എന്താ വെച്ചാൽ ഇതാ ഈ പെര കുടിക്കാനുള്ളതാണ്. ഈ പെര തേപ്പുണ്ട്. ഫുള്ള് വർക്ക് എടുക്കണം. അപ്പോൾ അതാ ഞങ്ങൾ തോട്ടിക്ക് പോകണില്ല. പക്ഷേ അടുത്ത പരിപാടി സംഭവം എന്താ വെച്ചാലേ ഞങ്ങൾ മേലെന്ന് വീഡിയോ എടുക്കാൻ മറന്നു. ലാസ്റ്റ് ക്ലീനിങ് കഴിഞ്ഞാൽ അപ്പോൾ കുളി കഴിഞ്ഞിട്ട് പോയിക്കാണ്ട് വീഡിയോ എടുക്കും. പക്ഷേ നമ്മളെ അപ്പോൾ ലാസ്റ്റ് കാണിച്ചു കണ്ടിട്ടാ മറന്നതാണ്. അപ്പോൾ ഞങ്ങൾ തോട്ടിക്കുള്ള ചൈത്രയാത്ര തുടരുകയാണ്. പോട്ട വണ്ടി ഇതിപ്പോൾ തോട്ടിൻ്റെ അക്കത്ത് കടയല്ലേ. പേര് കൊണ്ട് പോകണം. നോക്കാം ആലോചിച്ചാൽ ചെയ്യാ. ഞാൻ അടുത്ത പരിപാടി എന്താ പറയുക, ഒരു ദിവസം ഫുള്ള് പറമ്പ് വൃത്തിയാക്കണം. നമുക്ക് ആക്കണ്ടേ? തീറ്റ തോട്ടിക്ക് വെള്ളം കുറഞ്ഞു. ഒലോടെ കളിച്ചോട്ടെ, നമുക്ക് ഇവിടെ കളിച്ചോ അല്ലേ? അവിടെ തറവാട് വകൊന്നല്ലല്ലേ ഈ തോട്? ആണോ? ഇതെന്റെ പ്രശ്നം. ഞാൻ പോയോ? എത്ര വട്ടം ചാടിച്ചു അവിടെ പോയിട്ട്? ആ പാലത്തുമ്മന്നാലും പാടില്ല, പറമ്പെന്നാലും പാടില്ല. ഇപ്പൊ 50 10 മിനിറ്റ് 2 മണിയാകുമ്പോൾ കിട്ടണമായിരുന്നു. 10 മിനിറ്റ് കൊണ്ട് കിട്ടണമായിരുന്നു. ഞാൻ പോകണ്ടേ പോയിക്കോ. സമയം ഇപ്പൊ പോവാണ്. ഉപയോഗിച്ച് പറഞ്ഞ മാതിരി 11 സെക്കൻഡായി, 12 സെക്കൻഡായി, 13 സെക്കൻഡായി. സ്പീഡ് പോയിക്കോ. സെമിയെന്നാ പറയുന്നത്. ഞാൻ പോയിക്കോളി. നമ്മളിതവിടെ വായ്നോട്ടം പതിവാക്കി കുഞ്ഞുമോളൊപ്പം ഇവിടെ കിടക്കാം. അപ്പം മക്കളെ ഞങ്ങൾ തോട്ടിൽ എൻജോയ് ചെയ്യും. വെള്ളം കുറവട്ടെന്ന്. വെള്ളം പൊതുവേ കുറവാണ്. എന്നാലും കുഴപ്പമില്ലല്ലോ മക്കളെ, കുഴപ്പമില്ലല്ലോ. എന്നാലും കുഴപ്പമില്ലല്ലോ മക്കളെ, കുഴപ്പമില്ലല്ലോ. വെള്ളം കുറവാണ്. നമ്മളെ തോട്ടിലെ വെള്ളത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ ചെയ്യാ? അതെ, നമ്മളത് മഴ പെയ്യുമ്പോ നല്ല വളവും നല്ല ഒലൊക്കെ ഉണ്ടാവും. നല്ല വളവാ. വെള്ളം നല്ല വെള്ളം. വെള്ളം എന്ന് പറഞ്ഞിട്ട് വളവും മണ്ണും എന്നൊക്കെ പറഞ്ഞാൽ പോയിടോ. ഏതായാലും ഇതൊക്കെ ചെയ്യുമ്പോ നമുക്ക് ഫുൾ എനർജി എന്താ അറിയോ? ഇതൊക്കെ ചെയ്യുമ്പോൾ ഫുൾ എനർജി എന്താ? ഫ്രൈഡ് റൈസ് കഴിക്കാനുണ്ടല്ലോ. അതാണ് നമ്മുടെ ഫുൾ എനർജി. മീൻ കിട്ടിയോ? ഇത് ഫ്രിഡ്ജിലൊക്കെ ഇന്നത്തെ ഇറച്ചില്ലേ, ഫ്രിഡ്ജിലൊക്കെ ചെയ്യാം. നാളെ എടുക്കാം.
ഇന്ന് ഫ്രിഡ്ജിലെക്കാം. അതിന്റെ കാല് ഇത് നമുക്ക് കുറച്ച് അതിന്റെ വാല ശരിയാക്കി വെച്ചാലേ എനിക്ക് കാലത് എനിക്ക് വാല കുറച്ച് പറ്റിച്ചാലേ കേട്ടോ. നിങ്ങൾ തലെടുത്തോളൂ. ഞാൻ തലെടുക്കുന്ന ആളാ. അതല്ല ആശിയ കുറച്ച് പറ്റിച്ചാൽ ഇതൊക്കെ നാളെ കുറച്ച് പറ്റിച്ചാ ഇത് വാടിക്കോളൂ. ഞാൻ സ്കൂളിൽ കൂട്ടാൻ കൊണ്ടുപോട്ടാ. ആ ഓക്കെ. ഈ മീന് ചങ്ങാഴ്ചയൊക്കെ കൊടുത്താളിയാണ്. ഞാൻ പിടിച്ച മീനാണ്. ഇത് പൊയ്ക്കോ. അതാ കുളിമുറിക്ക് കയറാൻ പോഞ്ഞു പൊട്ട ഈ ഓളൊലക്കേണ് കുളിമുറിക്ക് പാട്ടെടുക്കാൻ പോയതാ. സെക്കൻഡുകളെ കൊണ്ട് കൈപ്പാട്ടെടുത്ത് വരും കേട്ടോ. ഒറ്റ മുക്കല്ലോടെ കിട്ടിയത്. എന്താ ഞാൻ ഒന്ന് വെള്ളം കൊടുത്താണ് പെരിയുന്നേ. ഇവിടെ വെള്ളമില്ലാത്ത സ്ഥലമുള്ള മരുഭൂമിയിലാണ് വെള്ളം കൊടുക്കുന്നത്. നമ്മളെ പേരല്ല കേട്ടോ. അതാണ് ഇവിടുന്ന് നോക്കിയാല് കണ്ടങ്ങളെ നമ്മളെ പേരന്റെ അവിടെ ഇതാണ്. പച്ചടി എടുത്താണ് നമ്മളെ പേര. അപ്പാ ഇനി പോയി കൊണ്ടത് ലക്ഷ്യ മെസ്സി വെച്ച് ഒന്ന് വെള്ളത്തിൽ നീച്ചോ. കളിയില്ലേ മെസ്സിയ ആ തന്നെ. അപ്പൊ അതിനുണ്ടെങ്കിലാ ഈ വന്നപ്പോഴത്തേനൊക്കെ എടുത്തച്ചില്ല സമയമില്ലേ. സ്നേഹമുള്ള ഭർത്താക്കന്മാരിങ്ങനെ കുളിച്ച് വരുമ്പോ അല്ല ഞാൻ സംഭവമല്ല സംഭവം ആ ഉണ്ടാക്കി വെച്ച് എടുത്താക്കാന് വല്ല സ്നേഹമൊന്നും വേണ്ടത്. എടുത്ത് പയിച്ചിട്ടാണ് ചങ്ങായി നമ്മള് എല്ലാം കൂടി ചിക്കൻ ചോറ് വയ്ക്കുക. വേറെ വർത്താനം ചില വർത്താനം ഈ ആകെ പള്ള കഥ മോകയാ. അപ്പം ഞങ്ങളെ ഫുഡ് നമ്മൾ അടിച്ചു കയറ്റാൻ നിൽക്കുകയാണ്. പിന്നെ ഞാൻ അച്ചാറിന് പോയതിന് ഒരു അച്ചാറില്ല, ഏത് അച്ചാറും ഇല്ല. അപ്പം മാങ്ങി ഹൈ അടിപൊളി വെളുത്തുള്ളി ഈ പ്രയാസിന്റെ അച്ചാർ. പാഞ്ഞ അടുത്തത് തുള്ളി കളക്കടാ. ഫുഡ് വേണോ? ഫുഡ് എന്താ ബ്രസീല് തോറ്റ ബ്രസീല് കുഞ്ഞോളെ തോറ്റ ബ്രസീല് 10ാം നമ്പറിലായിരുന്നു. ആ സാരല്ല അങ്ങനൊക്കെ ഉണ്ടാവില്ലേ. ഒരു ടീം നമ്മള് നോക്കുക തോൽക്കൊക്കെ സ്വാഭാവികമല്ല. അവള് അർജന്റീന ആണല്ലേ. പക്ഷെ കുപ്പായത്തിന് ക്ഷാമമായപ്പോ പിന്നെ കിട്ടാഞ്ഞിട്ട് കിട്ടിയത് വാങ്ങിയത്. നമ്മളെ ഫ്രൈഡ് റൈസിന് ഇറച്ചി കേട്ടോ. ഇറച്ചി എന്തായാലും സോയാബീൻ. അപ്പൊ എന്തായാലും ഞങ്ങൾ മുൻകാലക്കാണ് റെഡി തുടങ്ങിയ. അപ്പൊ നിങ്ങൾക്കൊക്കെ കോലുണ്ടല്ലേ? എനിക്ക് കോലില്ല. എനിക്ക് കോലില്ല. എന്നാ തുടങ്ങിക്കോളി മക്കളെ. നമ്മളെ മേലത്തതാ ഫുള്ള് പണി കഴിഞ്ഞു വൃത്തിയാക്കിട്ടോ. ഇവിടുത്തെ നേരത്തെ ഒതുക്കി വെച്ചു. ഞങ്ങൾ ഫുള്ള് വൃത്തീകരിച്ചു. നന്നായിട്ടുണ്ട് ഒതുക്കി. ഓക്കെ നമ്മൾ ചോറൊക്കെ വെച്ചു. അപ്പോൾ സിയമോളെ ഒരു ദിവസം നമ്മൾ തകർത്തില്ല ഫുള്ള്. എന്താ ഉണ്ടായിട്ടില്ലേ? ലോറ് നിസ്കരിച്ച് അസറിന് വേണ്ടിയിട്ടാണ് കാത്തുനിന്ന്. അസർ ബാങ്ക് കൊടുത്തപ്പോൾ എല്ലാവരും കൂടെ നമസ്കാരം അല്ലേ? അത് കഴിഞ്ഞ കാണാണ്ട് ഉറങ്ങിയത്. അപ്പം എത്ര സമയം നിങ്ങളെ? വൈകുന്നേരം എന്താ 6:19 കേട്ടോ. ഒരേറ്റ ഉറക്കം എല്ലാവരും പറയും. ഇതൊക്കെ അടുത്തുള്ളതൊക്കെ കണ്ടു മറക്കാം. ഇതായിട്ടുണ്ട് സി എങ്ങനെയുണ്ട് ചായ കുടിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് പറയട്ടോ. ഇത് ഫ്രൈഡ് റൈസിൻ്റെ ആമ്പളം. കാരണം ആമ്പളം വരാൻ നേരമില്ല. അതിന് മുന്നേ കിടന്നു തുടങ്ങി. ചോറ് വെച്ച് കഴിഞ്ഞപ്പോ ബാങ്ക് കൊടുത്തില്ലേ? ബാങ്ക് കൊടുത്തു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ലക്ഷ്യമോളെ. എന്തായാലും ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും നോക്കിയിട്ട് ഒന്ന് ഫുള്ളാണ് കണ്ട് അഭിപ്രായം പറയട്ടോ. പിന്നെ ഞാൻ ജസ്റ്റ് പുറത്തേക്ക് പോവാണ്. ഇന്ന് പ്രത്യേകിച്ചെത്തില്ല. എന്തായാലും പുറത്തൊന്ന് പോയി നോക്കട്ടെ. അതായത് ഈ കള്ളനുണ്ടല്ലോ, പണ്ടുള്ള കള്ളന്. ഈ പണ്ടുള്ള കള്ളന് ഒരു ദിവസം പെണ്ണുങ്ങൾക്ക് പോയ വിരുന്ന്. അപ്പൊ ഇയാൾക്ക് എത്രയായിട്ട് ഉറക്കം വരുന്നില്ല. ആ കഥ അറിയെങ്കിൽ എത്രയായിട്ടും കള്ളനെ ഉറക്കം വരുന്നില്ല. കിടന്നുകാണ് ഇങ്ങനെ വായിക്കുക. അപ്പൊ അയാളെന്ത് ചെയ്ത് പറയാം, എല്ലാം നീച്ചു പോയി. പിന്നെ അപ്പുറത്തെ പരിത്തെ ചേറ്റടിമണ്ടല്ലേ കിണ്ടി പണ്ടല്ലേ, ആ കിണ്ടി എടുത്തിട്ട് ഇയാളെ പെണ്ണുങ്ങളോടെ ഇവിടെ ചേറ്റടിമ കൊടുന്ന് വെച്ചപ്പോൾ ഇയാൾക്ക് ഒരു സമാധാനമല്ല, എന്തെങ്കിലും ഒരു കട്ടുകണല്ലോ. അങ്ങനെ അയാൾക്ക് വർക്ക് കിട്ടിയാണ്. എന്നമാതിരി ഓർഡർ ഷീറ്റ് ഒന്ന് പുറത്ത് പോയിക്കൊണ്ട് ഒരു 30 ഉറുപ്പ്യേൻ്റെ ലോക്കലേയും പോവാൻ ഞാൻ എനിക്കൊരു സമാധാനം കിട്ടൂല. അപ്പൊ ഞാനേ അതിന് പോകണം. ആ 30 വാങ്ങി വരട്ടെ. അപ്പോൾ പിന്നെ അതല്ല, ഇന്നിപ്പോൾ ഓടാടുത്ത വണ്ടിയാണ് നമ്മളേക്കുള്ളത്. നമ്മളെ വണ്ടിയൊക്കെ പോയില്ലേ, അതാണിപ്പോൾ ഓടാനുള്ള വണ്ടി. എന്തായാലും ഞാൻ ഓടിക്കാണ്ട് ആ 30 ഉറുപ്പ്യ വാങ്ങി എൻ്റെ സമാധാനം കൈവരിച്ചുകാണ്ട് വരട്ടാ. അപ്പൊ എന്തായാലും വീഡിയോക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ
See you.